അങ്ങനെ നമ്മളുള്ള ചട്ടിപ്പറമ്പ് ചന്തയിലോട്ടെ. ചന്തയിൽ കാളകൾ ഒരു സൈഡ്, പോത്തുകൾ ഒരു സൈഡിലാണ്, ആടുകൾ വേറെ സൈഡിലും. പെരുന്നാളിൻ്റെ തലേ ദിവസം ഭയങ്കര ചന്തയിൽ കന്നുകാലി ഒരുപാട് വിറ്റുപോവുകയും ചെയ്തു. സമയം 9 മണിയായിട്ടുള്ളൂ രാവിലെ. ആൾക്കാരിങ്ങനെ സ്ഥലം ഒഴിവാക്കി തരും. അതാണ് അതിന്റെ കാര്യം. ഇതിന് ഓരോ ചന്തയിൽ വരുമ്പോഴേക്കും ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പിടിന് എന്തിനും ഈ ചോര കൊടുക്കാതെ ഈ പോത്താൾ 60 പോത്തിഞ്ഞും കഴിച്ചിട്ടുണ്ട്. 60 പോത്തിഞ്ഞുണ്ട്. 5 കാളുണ്ട്. 5 കാള. ആ പോത്തുകള് അതാ നോക്കണ്ടേ. വെള്ളത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് പോത്താന്ന് പറയാൻ വെള്ളം കെട്ടിയിട്ട് ഞാൻ ഈ ചേടി ചവന്ന് കൊണ്ടുവരുന്ന ആളല്ല. അതൊക്കെ നമ്മൾ ഒഴിവാക്കി. മനസ്സ് തിന്നുമ്പോ തിളക്കുമ്പോ നമുക്ക് അടുത്തെല്ലാം നോക്കാം. ആ ആള് ഇവിടെ ഇറങ്ങിപ്പോകുമ്പോൾ ആ ചിന്താഗതിയൊന്നുമില്ല. മനുഷ്യന്റെ കരയാണ് ഇതൊക്കെ. ഇന്നൊരു മണിക്കൂറിനുള്ളിൽ ഒന്ന് അറുത്തുകാണ കാര്യം നടന്ന് അത് നടന്നു. 3 തലേന്ന് പറഞ്ഞു കൊടുക്കേ. ഞാനിടുണ്ട്. കുത്തല്ല നിങ്ങളെവിടെ വരുന്നത്? ഞാൻ പറയാം ചന്തയ്ക്കോ കണ്ടേക്ക് വന്നാ. ആ അതെ, അല്ലാതെ നിങ്ങൾ സാധനം അവിടെ അല്ല. ഞാനിവിടെ വരുന്നുണ്ട്. ഇതെവിടുത്തെ ഫാമ്? കണ്ടൂരാ? മഞ്ചേരി. ആ മഞ്ചേരി വെള്ളില യൂക്കെ പടി. വെള്ളില. ആ വെള്ളില യൂക്കെ പടി. ഇന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടാവും അല്ലേ? നോക്കുക, വിൽക്കാൻ പോകും ഇൻഷാ അല്ലാഹ്. പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന്. ചട്ടിപ്പറമ്പിൽ ഭയങ്കര തിരക്കാണ്. കന്നുകാലി ചന്തയിൽ മടക്കേക്കും ഇന്നത്തെ കച്ചവടം അങ്ങനെയാണ്. നമ്മൾ ഏർപ്പാട് അങ്ങനെ നമ്മളില്ലേ കച്ചവടം നമുക്ക് ഇത് മാത്രമാണ് ഈ കാണുന്നത്. കോയാക്കാൻ്റെ ഇവിടെ വരില്ല. എല്ലാം അവസാനിച്ചിട്ട് വരുള്ളൂ. അങ്ങനത്തെ ഒന്നും ആർക്കും വാങ്ങിക്കൊടുക്കണം. കൊണ്ടേക്കോളെ കുറച്ച് ഇണ്ടലൊന്നും ഉണ്ടല്ലോ. അത് 10-60 ഉണ്ടോ? 60 ഈ ബോധമുട്ടി 70 നിലവാരമുണ്ട്. 28 ഇത് വില കൂടും. പള്ളയിലൊന്നുമില്ല. തന്നെയാണ് 75 കിലോ ഉണ്ടാവും. 75 കിലോ ഉണ്ടോ?
തരാം. എന്തൊക്കെ വാങ്ങിയാലും പിന്നെ കുറച്ചും അങ്ങനെ നിരങ്ങിക്കൂടെ കുട്ടി പട്ടുമാരി സാധനം തരാനിട്ടേ അതങ്ങനെ നിരങ്ങിക്കൂടെ 52,000 റുപ്യക്കല്ലേ 52,000 റുപ്യക്ക് പോലെ തല്ലൊന്നും വേണ്ട. ഒന്നും ആയില്ലേ? ആയില്ലേ?